സമുദ്ര ഗവേഷകരുടെയും സ്കൂബ ഡൈവർമാരുടെയും പറുദീസയാണ് കരീബിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ബ്ലൂ ഹോൾ. മധ്യ അമേരിക്കൻ രാജ്യമായ ബെലീസിന്റെ തീരത്ത് നിന്ന് 70 കിലോമീറ്റർ അകലെയാണ് ഗ്രേറ്റ് ബ്ലൂ ഹോൾ സ്ഥിതി ചെയ്യുന്നത്. 125 അടി ആഴമുള്ള ഈ നീലഗർത്തത്തിന് ചുറ്റും ആഴം കുറഞ്ഞ നീല നിറമുള്ള കടൽ മേഖലയും പവിയ കുറ്റികളുമാണ് ഉള്ളത്. കാഴ്ചയിൽ സൗന്ദര്യം കൊണ്ടും ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടും ശ്രദ്ധയാകർഷിച്ച പ്രദേശമാണിത്. 1970കളിൽ തുടക്കത്തിലാണ് ഈ ഗ്രേറ്റ് ബ്ലൂ ഹോൾ സഞ്ചാരികളുടെയും ഗവേഷകരുടെയും ശ്രദ്ധാകേന്ദ്രമാകുന്നത്. ഈ കാലത്ത് എത്ര പേർ ഈ ഗ്രേറ്റ് ബ്ലൂ ഹോളിന്റെ രഹസ്യം കണ്ടെത്താനും സൗന്ദര്യം ആസ്വദിക്കാനും തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെന്നതിന് നിശ്ചയമില്ല. പിന്നീട് അങ്ങോട്ട് പലപ്പോഴായി പല ഗവേഷകരും സിനിമാ സാങ്കേതിക പ്രവർത്തകരും ഗ്രേറ്റ് ബ്ലൂ ഹോളിന്റെ അടിത്തട്ടിലേക്ക് വരെ പോവുകയുണ്ടായി. പക്ഷേ അപ്പോഴെല്ലാം മറഞ്ഞുകിടന്ന ഭയാനകമായ രഹസ്യമാണ് ഇപ്പോൾ ഒരു സംഘം ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ആ രഹസ്യം മറ്റൊന്നുമല്ല, ഗ്രേറ്റ് ബ്ലൂ ഹോളിലേക്കുള്ള നീന്തലിനിടെ മരിച്ചുപോയ ഗവേഷകരുടെ ശരീരാവശിഷ്ടങ്ങളാണ്. ഗ്രേറ്റ് ബ്ലൂ ഹോളിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രം അറിവുണ്ടായിരുന്ന കാലത്ത് രഹസ്യങ്ങളുടെ ചുരുളഴിക്കാനും ഗ്രേറ്റ് ബ്ലൂ ഹോളിന്റെ ഉള്ളിലെ സൗന്ദര്യം ആസ്വദിക്കാനുമായി നടത്തിയ ഡൈവുകളിൽ മരിച്ചവരുടേതാണ് ഈ ശരീരാവശിഷ്ടങ്ങൾ. നാഷണൽ ജിയോഗ്രഫിക്ക് വേണ്ടി ചെറിയ അന്തർവാഹിനിയിൽ ഗ്രേറ്റ് ബ്ലൂ ഹോളിന്റെ അടിത്തട്ടിലേക്ക് പോയ ഗവേഷകരാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സമ്പൂർണ്ണ നിശബ്ദതയായിരുന്നു. ഗർത്തത്തിന്റെ അടിത്തട്ടിലെന്ന് യാത്രക്കാരിൽ ഒരാളായിരുന്ന എറിക്ക ബെർഗ്മാൻ പറയുന്നു. ഗർത്തത്തിന്റെ ആഴത്തിൽ തന്നെയാണ് ഉള്ളിലേക്ക് എന്നോ എത്തി തിരികെ പോകാൻ കഴിയാതെ വന്ന ഗവേഷകരുടെ മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളുമാണ് കണ്ടെത്തിയത്. ഇക്കാര്യം തിരികെ എത്തി അധികൃതരെ അറിയിച്ചെങ്കിലും ആ മൃതദേഹങ്ങൾ അടിത്തട്ടിൽ തന്നെ കഴിയാൻ അനുവദിക്കണമെന്നാണ് പിന്നീട് തീരുമാനമെടുത്തത്. ഗർത്തത്തിൽ കാണാതായതായി ഔദ്യോഗിക രേഖകളിലുള്ളത് 3 പേരാണ്. 2 മൃതദേഹങ്ങളാണ് അന്തർവാഹിനിയുള്ള പര്യവേഷണത്തിനിടെ എറിക്കയും സംഘവും കണ്ടെത്തിയത്. കാണാതായ 3 പേരിൽ 2 പേരുടെ മൃതദേഹം ആയിരിക്കാം ഇതെന്ന് എറിക്കയുടെ നിഗമനം. അതേസമയം തന്നെ 3 പേരെന്ന കണക്ക് ഔദ്യോഗികം മാത്രമാണെന്നും 10ലേറെ പേർ ഗ്രേറ്റ് ബ്ലൂ സിങ്ക് ഹോളിൽ കാണാതായിട്ടുണ്ടെന്നുമാണ് പൊതുവെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ആരുടേതാണെന്നോ അവർ എങ്ങനെയാണ് മരിച്ചതെന്നോ നിഗമനത്തിലെത്താൻ കഴിയില്ല. 300 മീറ്റർ വിസ്തൃതിയും 125 മീറ്റർ ആഴവുമാണ് ഗ്രേറ്റ് ബ്ലൂ ഹോളിനുള്ളത്. കടലിൽ കണ്ടെത്തിയ സിങ്ക് ഹോളുകളിൽ 2ാം സ്ഥാനമാണ് ഗ്രേറ്റ് ബ്ലൂ സിങ്ക് ഹോളിനുള്ളത്. തെക്ക് ചൈന സമുദ്രത്തിലുള്ള ഡ്രാഗൺ സിങ്ക് ഹോളാണ് ആഴത്തിലും വലിപ്പത്തിലും 1ാം സ്ഥാനത്തുള്ളത്. ഹിമയുഗത്തിന്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടവയാണ് ഈ സിങ്ക് ഹോളുകളെന്നാണ് കണക്കാക്കുന്നത്. ചുണ്ണാമ്പ് കല്ല് നിറഞ്ഞ മേഖലകളിൽ ഹിമയുഗത്തിന്റെ അവസാനത്തോടെ മഞ്ഞുരുകം ശക്തമായപ്പോൾ വെള്ളമൊഴുകി രൂപപ്പെട്ടതാണ് ഈ സിങ്ക് ഹോളുകൾ. മഞ്ഞുരുകം ശക്തമായതോടെ സമുദ്രനിരപ്പ് 100 കണക്കിനടി ഉയരത്തിലേക്ക് വർദ്ധിച്ചു. ഇതോടെ ചുണ്ണാമ്പ് കല്ലുകളിൽ രൂപപ്പെട്ട ഗർത്തങ്ങൾ കടലിനടിയിലായി മാറുകയും പിന്നീട് സിങ്ക് ഹോളുകൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. ഏതാണ്ട് 14,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരേ കാലത്താണ് ഡ്രാഗൺ, ഗ്രേറ്റ് ബ്ലൂ തുടങ്ങിയ സിങ്ക് ഹോളുകൾ രൂപപ്പെട്ടതെന്നാണ് ഗവേഷകർ പറയുന്നത്. ജീവികൾക്കോ സസ്യങ്ങൾക്കോ വളരാൻ പറ്റിയ സാഹചര്യമല്ല സമുദ്രത്തിലെ സിങ്ക് ഹോളുകൾക്കുള്ളത്. ഇക്കാര്യത്തിൽ ഇവയുടെ അവസ്ഥ മനുഷ്യനിർമ്മിത സിങ്ക് ഹോളുകൾക്ക് സമാനമാണ്. ഗ്രേറ്റ് ബ്ലൂ സിങ്ക് ഹോളിന്റെ 90 മീറ്റർ ആഴത്തിൽ വരെയാണ് ചെറുജീവികളും പോലും സാന്നിധ്യം കാണാനാകുന്നത്. ഇതിന് താഴേക്ക് ഓക്സിജൻ ജലത്തിന് അന്യമാണ്. മാത്രമല്ല പ്രദേശമാകെ ഹൈഡ്രജൻ സൾഫൈഡ് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമുദ്രജീവന്റെ ശവപ്പറം എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.